Hello, future engineer. JEE means 22, June 28, physics, shift-2. Question number 1, on your way. And your way is to NITs or IITs, and this is an obstacle in your path. നിങ്ങളുടെ എക്സാം ഹാളിൽ നിങ്ങളെ ചലഞ്ച് ചെയ്യുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. Let us see how we are going to tackle this. Student in the laboratory measures thickness of a wire using screw gauge. Okay, മനസ്സിലായി. The readings are 1.22 millimeter, 1.23 millimeter, 1.19 millimeter, 1.20 millimeter. The percentage error is x by 121, value of x is. അപ്പോൾ ഇത് സ്ക്രൂ ഗേജുമായിട്ട് റിലേറ്റഡ് ഒന്നും അല്ല. ഇത് മെഷർമെന്റ്, അബ്സല്യൂട്ട് എറർ, റിലേറ്റീവ് എറർ, പെർസെൻറ്റേജ് ഇതാണ്. വെൻ യു ആർ ഗിവൺ മോർ നമ്പർ, ലൈക്ക് 4 വാല്യൂസ് തന്നിട്ടുണ്ട്, 4 മെഷേർഡ് വാല്യൂസ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് ട്രൂ വാല്യൂ കണ്ടുപിടിക്കണം. പിന്നെ ഇതിൽ മീൻ അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കണം. എന്നിട്ടാണ് നമ്മൾ പെർസെൻറ്റേജ് എറർ ചെയ്യുന്നത്. സോ ഹൗ ഡു വി ഡു പെർസെൻറ്റേജ് എറർ? വെരി സിമ്പിൾ. ചെയ്യേണ്ടത് മീൻ അബ്സല്യൂട്ട് എറർ. 1 second. Yeah, you will have to do mean absolute error. അത് കണ്ടുപിടിക്കണം. അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നറിയാമോ? ഈ മെഷേർഡ് വാല്യൂയുടെ മീൻ വാല്യൂ ഇൻറ്റു 100. ഇതാണ് അൾട്ടിമേറ്റ്ലി നമുക്ക് ചെയ്യേണ്ടത്, നമുക്ക് അറിയാവുന്നത്. ഓക്കെ, ഇനി ഇതിൽ മീൻ വാല്യൂ ആദ്യം ഒന്ന് കണ്ടുപിടിക്കാം. വാട്ട് ഈസ് മീൻ വാല്യൂ? ഞാനതിനെ ഇങ്ങനെ വിളിക്കാം, എ മീൻ എന്ന് വിളിക്കാം. വാട്ട് ഈസ് എ മീൻ? ദാറ്റ് ഈസ് 1.22 പ്ലസ് 1.23 പ്ലസ് 1.19 പ്ലസ് 1.20. So this will give you 4. It will give you 8. So 4.84 ആണ് അതിൻ്റെ സം എന്ന് പറയുന്നത്. ഓക്കെ, ഈ 4.84ന്റെ മീൻ വാല്യൂ അതിനെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് 1.21 ആണ്. സോ ദ മീൻ വാല്യൂ എന്ന് പറയുന്നത് 1.21 മില്ലിമീറ്റർ ആണ്. ഇനി ഓരോ മെഷർമെന്റിലെയും എറർ കണ്ടുപിടിക്കാം, മോഡുലസ് കണ്ടുപിടിക്കാം. അപ്പൊ ഞാൻ ആദ്യത്തെ എഴുതാം ഡെൽറ്റ A1. മോഡുലസ് ഓഫ് ഡെൽറ്റ A1 എന്ന് പറയുന്നത് മോഡുലസ് ഓഫ്, നിങ്ങൾക്ക് ഒന്നുകിൽ മെഷേർഡ് വാല്യൂവിൽ നിന്ന് മീൻ വാല്യൂ മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ മീൻ വാല്യൂവിൽ നിന്ന് മെഷേർഡ് വാല്യൂ മൈനസ് ചെയ്യാം. എന്തായാലും മോഡൽസ് ആയതുകൊണ്ട് ഒരേ ആൻസർ ആയിരിക്കും. സോ വാട്ട് ഐ ആം ഗോയിങ് ടു ഡു ഇസ് 1.22 മൈനസ് 1.21. സോ ദിസ് വിൽ ഗിവ് യു 0.01 ആദ്യത്തേതിൽ. രണ്ടാമത്തത് ഡെൽറ്റ A2. എത്ര കിട്ടുന്നത്? 1.23 മൈനസ് 1.21 ആണ്. സോ ദാറ്റ് വിൽ ഗിവ് യു 0.02. തേർഡ് വൺ ഡെൽറ്റ A3 ആണ്. മോഡുലസ് ഓഫ് 1.19 ആണ് അതല്ലേ. തേർഡ് വാല്യൂ 1.19 ആണ്. 1.19 മൈനസ് 1.21, അതിൻ്റെ മോഡുലസ് ഈക്വൽ ടു 0.02. ഫോർത്ത് വൺ ഡെൽറ്റ A4. മോഡുലസ് ഓഫ് 1.20 മൈനസ് 1.21, മോഡുലസ് അത് 0.01 കിട്ടും. ഇനി ഇതിന്റെ മീൻ വാല്യൂ എടുക്കുക. ഡെൽറ്റ എ മീൻ ഈക്വൽ ടു സം ചെയ്യാം. സോ വിൽ ഗിവ് യു 0.06 ഡിവൈഡ് ബൈ 4, 0.015. ഇതാണ് മീൻ അബ്സല്യൂട്ട് എറർ. സോ വി ഗോട്ട് ദ മീൻ അബ്സല്യൂട്ട് എറർ ആൻഡ് ദ മീൻ വാല്യൂ. നൗ ഇറ്റ് ഈസ് ടൈം ടു ഡു ദിസ് ഫൈനൽ സ്റ്റെപ്പ്. So let this be here. I can do the final calculation ഇവിടെ ചെയ്യാം. What is the final step? Final step ഇത്രയേ ഉള്ളൂ. മീൻ അബ്സല്യൂട്ട് എറർ ആയ 0.015നെ മീൻ വാല്യൂ ആയ 1.21 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഇൻറ്റു 100 ചെയ്യാം. ഇനി ഓപ്ഷനിൽ പറയുന്നത്, ക്വസ്റ്റ്യനിൽ പറയുന്നത് എക്സ് ബൈ 121 എന്നാക്കണം. അപ്പൊ ഡിനോമിനേറ്ററിൽ 1.21നെ 121 ആക്കാൻ വാട്ട് വിൽ ഐ ഡു? ഈ ഡിനോമിനേറ്ററിനെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, ന്യൂമറേറ്ററിനെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ ദിസ് ഗിവ് യു 121 upon 150. ഇത്രയും പെർസെൻറ്റേജ് ആണ്. ദാറ്റ് ഈസ് യുവർ ആൻസർ. ഇതാണ് നമ്മുടെ ആൻസർ. ഈ ആൻസറിൽ 150 എക്സിന്റെ വാല്യൂ എത്രയാണ്? അപ്പൊ എക്സ് എത്രയാണ്? എക്സ് ഈക്വൽ ടു 150 ആണ്. എക്സ് ഈക്വൽ ടു 150. സോ ദാറ്റ് ഈസ് യുവർ ആൻസർ. ഓക്കെ, അത് സെറ്റായി. ക്വസ്റ്റ്യൻ നമ്പർ 1. ഓക്കെ, അപ്പോൾ നമ്മുടെ ചലഞ്ച് 1 നമ്മൾ ഓവർകം ചെയ്തു. ഒരു ഹൈഡിൽ നമ്മൾ ചാടി. ഓക്കെ, അടുത്ത എന്താ?
സെനർ ബ്രേക്ക് ഡൗൺ. ഈ സെനർ ഡയോഡിന്റെ ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് മെയിൻസ് എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പൊ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് പോകണം എന്നുള്ളതാണ് ഇതിന്റെ മെസ്സേജ്. ഈ വർഷവും ചോദിച്ചു. ഇപ്രാവശ്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആക്കിയിട്ടുണ്ട്, ബട്ട് നോട്ട് ഡിഫിക്കൾട്ട്. സെനർ ഓഫ് ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് 8 വോൾട്ട് and maximum Zener current IZM equal to 10 milliampere is subjected to an input voltage of 10 volt with the series resistance 100 watt. 100 watt അല്ല, അത് 100 ohm 100 ohm ആണ്. ഡയഗ്രത്തിൽ 100 ohm ആണ്, ഇത് 100 ohm ആണ്. In the given circuit, RL represent the variable load resistance. റേഷ്യോ ഓഫ് മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഓഫ് RL. സി, നിങ്ങളുടെ NCERT ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ഇത് പഠിക്കുമ്പോൾ ഈ RL ഫിക്സഡ് ആണ്, ഇൻപുട്ട് വോൾട്ടേജ് ആണ് വേരി ചെയ്യുന്നത്. ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്യുമ്പോൾ ഒരു സർട്ടൻ ലെവൽ കൂടുതൽ ആവാതിരിക്കാനാണ് സെനർ വെക്കുന്നത്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇൻപുട്ട് വോൾട്ടേജ് ഫിക്സഡ് ആണ്, റെസിസ്റ്റൻസ് വേരി ചെയ്യും. ഇപ്പൊ റെസിസ്റ്റൻസ് വേരി ചെയ്യുമ്പോൾ അതിലെ വോൾട്ടേജ് മാറും. അതുകൊണ്ട് ഈ സെനർ ചിലപ്പം കണ്ടക്ട് ചെയ്യും, ചിലപ്പോൾ കണ്ടക്ട് ചെയ്യില്ല. അതാണ് ഇതിന്റെ കണ്ടീഷൻ. ഈ സെനർ ബ്രേക്ക് ഡൗൺ ആവണമെങ്കിൽ, അത് കണ്ടക്ട് ചെയ്യണമെങ്കിൽ എത്ര വോൾട്ട് വേണം? 8 വോൾട്ട് വേണം. Zener will conduct only when the voltage across it is greater than or equal to 8 volt. And the voltage across the Zener in the circuit നോക്കൂ, voltage across the Zener എന്ന് പറയുന്നത് വോൾട്ടേജ് ഇൻ ദ ലോഡ് റെസിസ്റ്റൻസ് അല്ലേ? കാരണം അത് രണ്ടും പാരലൽ ആയിട്ടാണല്ലോ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലോഡ് റെസിസ്റ്റൻസിന്റെ വോൾട്ടേജിനെ നമുക്ക് VL equal IL into RL എന്ന് എഴുതാം, where IL is the current which is going to be flowing through this load. Okay, now you can see that if RL is less than 8 volt, what will happen? ഈ വോൾട്ടേജ് 8 വോൾട്ടിന് കുറവാണെങ്കിൽ എന്താ സംഭവിക്കുക? Zener will not conduct. Zener cut off ആയിരിക്കും. Zener will not conduct. If Zener does not conduct, then you can see whatever current coming from the cell, കണ്ടോ, ഈ കറണ്ട് മുഴുവനുമായിട്ട് എങ്ങോട്ട് വരും? I will be equal to IL. ഇപ്പൊ ക്ലിയർ ആയില്ലേ? അതായത് സെനർ കട്ട് ഓഫിലാണെങ്കിൽ അത് കണ്ടക്ട് ചെയ്യുന്നില്ല, റിവേഴ്സ് ബയസിൽ കണ്ടക്ട് ചെയ്യുന്നില്ലെങ്കിൽ ആ ഈ സെല്ലിലെ കറണ്ട് കംപ്ലീറ്റ്ലി ലോഡ് റെസിസ്റ്റൻസിലേക്ക് വരും. ബട്ട് ഇഫ് ദ സെനർ ഈസ് കണ്ടക്ടിങ്, അപ്പൊ ഞാൻ ഇവിടെ എഴുതട്ടെ, ഇഫ് IL RL is greater than or equal to 8 volt, what will happen? Zener will conduct. ഇല്ലേ, സെനർ കണ്ടക്ട് ചെയ്യും. സെനർ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ദ കറണ്ട് I is shared by Zener and RL. അത് ഷെയർ ചെയ്യും, അത് രണ്ടുപേരും ഷെയർ ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് എ പോയിന്റ്. ഇതാണ് ബേസിക്കലി നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. സോ വാട്ട് ക്യാൻ വി ഡു ഇസ്, നമുക്ക് പോയിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കാം. ഒരു പണി ചെയ്യാം, ഈ സർക്യൂട്ട് ഒന്ന് കോപ്പി എടുക്കട്ടെ. Then we will use a new page. Yeah, fine. First of all, you can see that if the Zener is cut off, ആണെങ്കിൽ, suppose ഈ പിന്നെ Zener just conduct ചെയ്യുകയാണെങ്കിൽ, what is the voltage PD, potential difference across 100 ohm എത്രയായിരിക്കും? What is the potential difference 100 ohm? 100 ohmന് കിട്ടുന്നത് 10 minus 8 ആയിരിക്കില്ലേ? That is 10 minus 8 which is equal to 2 volt. 2 volt ആണല്ലോ അതിൽ കിട്ടുന്നത് അല്ലേ? So what is the current from the cell in that situation? IL will be, so not IL, I from the cell, ഇതാ ഈ കറണ്ട് I എത്രയായിരിക്കണം? അത് 2 divided by 100 ആണ്, which is 0.02 ആംപിയർ, അല്ലെങ്കിൽ അതിന് നമുക്ക് 20 മില്ലി ആംപിയർ എന്ന് എഴുതാം. കാരണം ഇത് സെനറിന്റെ കറണ്ട് ഒക്കെ നമുക്ക് മില്ലി ആംപിയർ എഴുതുന്നത്. സോ വി ടേക്ക് ഇറ്റ് ആസ് 20 മില്ലി ആംപിയർ. ക്ലിയർ ആണല്ലോ? അപ്പൊ സെല്ലിലെ കറണ്ട് 20 മില്ലി ആംപിയർ ആണ്. ഇനി നോക്കൂ, ഈ ഒരു കണ്ടീഷൻ നോക്കാം. ദിസ് കണ്ടീഷൻ, വാട്ട് ഈസ് ഇറ്റ്? ഈ ഒരു കണ്ടീഷനിൽ സെനർ കട്ട് ഓഫ് ആവുകയാണെങ്കിൽ I is equal to IL പറഞ്ഞല്ലോ. സെനർ കട്ട് ഓഫ് ആവുകയാണെങ്കിൽ, സെനർ കണ്ടക്ട് ചെയ്യുന്നില്ലെങ്കിൽ I will be equal to IL. ശരിയാണല്ലോ? അപ്പൊ ഞാൻ പറയാം, if Zener is cut off, I equal to IL which is 20 milliampere. ശരിയാണ്. ഈ മക്കൾ നോക്കണം, ഞാനിവിടെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സെനറിന്റെ വോൾട്ടേജ് V Zener കണ്ടോ, IL into RL ആണ്. So take that point here, V Zener equal to IL into RL,
So what is the value of RL? അത് V zener by IL ആണ്. V zener എത്രയാണ്? 8 വോൾട്ട് ആണ്. I എത്രയാ? 20 മില്ലി ആംപിയർ. This is 8 by 0.02. This will give you 400 ohm. 400 ohm ആണ്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. If the load resistance is less than 400 ohm, then the voltage across the load resistor will be less than 8 volt and zener will not conduct. If it is equal or greater, then the zener will start conducting. So what is the minimum value of RL minimum എത്രയാണ്? ഇത് കണ്ടക്ട് ചെയ്യണമെങ്കിൽ മിനിമം എത്രയാണ്? അത് 400 ohm ആണ്. RL minimum 400 ohm ആണ്. Fine? Okay. അടുത്ത പോയിന്റ്, suppose zener is conducting, and what is the maximum zener current that zener can take? What is the maximum current that zener can take? I zener maximum is 10 milliampere. ശരിയല്ലേ? ഇനി നോക്കാം, ആ സർക്യൂട്ട് ഒന്നുകൂടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും നോക്കാം. ഈ സർക്യൂട്ടിൽ നോക്കൂ, ഈ സർക്യൂട്ടിൽ ദിസ് കറണ്ട് ഈസ് 20 മില്ലി ആംപിയർ. സെനറിന് എടുക്കാവുന്നത് 10 മില്ലി ആംപിയർ ആണ്. സോ വാട്ട് ബി ദ ലോഡ് കറണ്ട് then IL will be equal to I minus IZ, which will be equal to 20 minus 10, which is 10 milliampere. അപ്പം ലോഡ് കറണ്ട് എത്രയായിരിക്കും? 10 milliampere. Again you can write VZ equal to IL into RL equal to VZ divided by IL. But VZ 8 volt ആണ്, but ഇത് 10 milliampere ആണ്. That is 8 by 0.01 and that give you 800 ohm. And RL maximum നമ്മൾക്ക് കിട്ടി എത്രയാണ്? 800 ohm ആണ്. So coming back to the question, they are asking ratio of maximum and minimum value of the load resistance. അല്ലേ? അടിപൊളിയല്ലേ? ഈ ഒരു ഓപ്പറേഷൻ വഴി നമുക്ക് മനസ്സിലാവുന്നത്, ഈ സർക്യൂട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ലോഡ് റെസിസ്റ്റൻസ് മാക്സിമം 800 മിനിമം 400 ആണ്. അതിന്റെ റേഷ്യോ എത്രയാണ്? So that is 800 by 400. So the given ratio, the ratio is how much? It is 2. ഇതിന്റെ ആൻസർ 2 ആണ്. അപ്പൊ അതും സെറ്റായി. ഇത് എനിക്ക് തോന്നുന്നു അടുത്ത കാലത്ത് നമ്മൾ സെനർ ഡയോഡിൽ കണ്ട ഒരു നല്ല ക്വസ്റ്റ്യൻ ആണിത്. അതിന്റെ കംപ്ലീറ്റ് ഓപ്പറേഷൻ നമുക്ക് മനസ്സിലാവും. സോഫാർ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടില്ല, എവിടെയും വന്നിട്ടില്ല. ഇതൊരു അടിപൊളി ക്വസ്റ്റ്യൻ ആണ്, ഇത് പഠിക്കണം. ഓക്കെ, ശരി. തേർഡ് വൺ സിമ്പിൾ ആണ്. ഓൾറെഡി JEE മെയിൻസിന് ഈ വർഷം തന്നെ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ യങ്സ് ഡബിൾ സ്ലിറ്റ് എക്സ്പെരിമെന്റ് an angular width of fringe is 0.35 degree. നോക്കൂ, അത് ശരിക്കും വായിച്ച് നോക്കാം. എന്താണത്? ഇത് ആംഗുലാർ വിഡ്ത്ത് ആണ്. ആംഗുലാർ വിഡ്ത്ത് ആണ് 0.35 degree on a screen placed 2 meter away for a particular wavelength of 450 nanometer. The angular width of the fringe when the whole system is immersed in a medium. ഈ സെറ്റപ്പ് മൊത്തത്തിൽ മറ്റൊരു മീഡിയത്തിലേക്ക് മാറ്റുമ്പോൾ എന്താണ് മാറുന്നത്? അതിന്റെ ഫിസിക്കൽ ഡയമെൻഷൻസ് ഒന്നും മാറില്ലല്ലോ. ഈ സ്ലിറ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, സ്ക്രീനിലേക്കുള്ള ദൂരം, ഇതൊന്നും മാറുന്നില്ല. പിന്നെ എന്താ മാറുന്നത്? വേവ് ലെങ്ത് ആണ് ചേഞ്ച് ആവുന്നത്. വെൻ യു ചേഞ്ച് മീഡിയം ലാംഡ ഇൻ മീഡിയം ഈക്വൽ ടു ലാംഡ ഇൻ എയർ ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് മീഡിയം. ഇത് പഠിച്ചിട്ടുണ്ടാവും. ഈ ഇക്വേഷൻ ആണ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ളത്. ശരിയല്ലേ? അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാം, ആംഗുലാർ ഫ്രിഞ്ച് വിഡ്ത്ത് തീറ്റ എന്ന് പറയുന്നത് തീറ്റ ഇസ് ഈക്വൽ ടു ലാംഡ ഡിവൈഡ് ബൈ ഡി ആണ്. ഇത് എയറിൽ. സെയിം തീറ്റ വിൽ ഗിവ് യു ലാംഡ ഡിവൈഡ് ബൈ മ്യൂ, അല്ലെ? ലാംഡ ബൈ മ്യൂ ബൈ ഡി ഇൻ ദ മീഡിയം. ഓർ വി ക്യാൻ സേ തീറ്റ ഡാഷ് ഈസ് നത്തിങ് ബട്ട് തീറ്റ divided by mu ആണ്. That is the second equation that you should remember. കണ്ടോ? സെക്കൻഡ് ഇക്വേഷൻ ഇതാണ്. അതായത് ഫ്രിഞ്ച് വിഡ്ത്ത് ഡിവൈഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ് നിങ്ങളുടെ ആൻസർ. വളരെ സിമ്പിൾ, ഒറ്റ പോയിന്റേ ഉള്ളൂ. ആൻസർ എയറിൽ അത് 0.35 ഡിഗ്രി ആണെങ്കിൽ അത് ഇതിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിരിക്കുന്നത് 7/5 ആണ്. സോ ദിസ് ഈസ് നത്തിങ് ബട്ട് 0.35 by 7 into 5. 7 goes here, 0.5 times. So it will give you 0.25 degree. ഈ 0.25നെ 1/α എന്ന ഫോമുല എഴുതണം.
അതിനെ 1/α എന്ന് എഴുതാൻ എളുപ്പമല്ലേ. 1/α 0.25 ഡിഗ്രി ആവണമെങ്കിൽ ആൽഫ 1/0.25 ആവണ്ടേ. അത് എത്രയാണ്? അത് 4 ആണ്. ആൻസർ വാല്യൂ ഓഫ് ആൽഫ ഈസ് 4. ആൻസർ 4 ആണ്. സോ ദിസ് എ വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 30 സെക്കൻഡ് ടൈം വേണ്ട, ചുമ്മാ നോക്കിയിട്ട് ഡിവൈഡ് ചെയ്ത് പെന്ന് പോലും എടുക്കാതെ ചെയ്യാവുന്ന ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ്. ഫോർത്ത് വണ്ണും ഏകദേശം അങ്ങനെ തന്നെയാണ്. AC സർക്യൂട്ട് ആണ്. 220 വോൾട്ട് RMS ഉണ്ട്, 50 ഹെർട്സ് സപ്ലൈ ഫ്രീക്വൻസി, റെസിസ്റ്റൻസ് 5, കപ്പാസിറ്റൻസ് തന്നിട്ടില്ല, L തന്നിട്ടില്ല. ബട്ട് ദേ ഹാവ് മെൻഷൻ ദാറ്റ് വോൾട്ടേജ് അക്രോസ് ദ റെസിസ്റ്റർ VR, വോൾട്ടേജ് അക്രോസ് ഇൻഡക്ടർ VL, വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ VC. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചോദ്യത്തിലേക്ക് വരാം. ഇൻ ദ ഗിവൺ സർക്യൂട്ട് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് VL ആൻഡ് VC, രണ്ടിന്റെയും മാഗ്നിറ്റ്യൂഡ് എന്തിന് ഈക്വൽ ആണ്? ട്വൈസ് ദാറ്റ് ഓഫ് VR, 2 times VR ആണ്. ഫ്രീക്വൻസി 50 ആണ്. ഇൻഡക്ടൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ദേ ആർ ആസ്കിംഗ് യു ടു ഫൈൻഡ് ഔട്ട് ദ ഇൻഡക്ടൻസ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് കപ്പാസിറ്റൻസ് വേണ്ട. സോ വി ക്യാൻ ജസ്റ്റ് ടേക്ക് VL ആൻഡ് VR ആൻഡ് റീറൈറ്റ് ദ ഇക്വേഷൻ. സോ ഐ വിൽ റൈറ്റ് ഹിയർ VL ഈക്വൽ ടു 2 times VR. സീരീസ് കണക്ഷൻ ആണല്ലോ, സെയിം കറണ്ട് ഫ്ലോ ചെയ്യില്ലേ. സോ അറ്റ് എനി ഇൻസ്റ്റന്റ് ഐ ക്യാൻ സേ VL ഈസ് നത്തിങ് ബട്ട് I into XL and this is 2 into I into R. So what happens? I and I cancels. So this will give you XL equal to 2R. ഈ 2R എന്ന് പറയുന്നത് R 5 അല്ലേ, 2R എത്രയാണ്? 10 ohm ആണ്. XLന്റെ ഇക്വേഷൻ എന്താണ്? ഒമേഗ ഇൻറ്റു L 10 ആണ്. L എത്രയാണ്? 10 divided by omega. L is equal to 10 divided by omega കിട്ടും. ഇനി ഒമേഗ എങ്ങനെ കണ്ടുപിടിക്കുന്നു? ഫ്രീക്വൻസി is given to you. So we can find out omega. We can find out L equal to 10 divided by omega 2 pi into frequency ആണ്, which is 10 by frequency 50, അത് 100 pi വരും. പക്ഷെ ഇത് യൂണിറ്റ് എന്തിലായിരിക്കണം? നിങ്ങൾ ഓം ആണ് എടുത്തത് അല്ലെ, ഓം ആണ് എടുത്തതെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ഹെൻറിയിലായിരിക്കും. പക്ഷെ ഇവിടെ ഓപ്ഷനിൽ പറയുന്നത് മില്ലി ഹെൻറി ആണ്. അപ്പൊ ഇതിനെ 1000 ഹെൻറി എന്ന് എഴുതാം. സോ ദിസ് വിൽ ഗീവ് യു ആക്ച്വലി ഇതിന്റെ വാല്യൂ എന്ന് പറയുന്നത് 10 into 1000 മില്ലി ഹെൻറി. കാരണം ഒരു ഹെൻറി എന്ന് പറയുന്നത് 1000 മില്ലി ഹെൻറി ആണ്, ഡിവൈഡഡ് ബൈ 100 പൈ ആണ്. ഇതിനെ എന്തായിട്ട് എഴുതണം? 1/kpi ആയിട്ട് എഴുതണം. ആക്ച്വലി 100 and 100 ക്യാൻസൽ. ഇതിന്റെ ആക്ച്വൽ ആൻസർ 100 divided by pi മില്ലി ഹെൻറി ആണ്. ബട്ട് ആസ് പെർ ദ ക്വസ്റ്റ്യൻ വാട്ട് ഷുഡ് ഐ റൈറ്റ്? 100 divided by pi മില്ലി ഹെൻറിയെ എന്തായിട്ടാണ് എഴുതേണ്ടത്? 1/kpi മില്ലി ഹെൻറി ആയിട്ട് എഴുതണം. So what is the value of K? K is 1/100, which is 0.01. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. ഓപ്ഷനിൽ 0.01 മാർക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ 0 എന്ന് മാർക്ക് ചെയ്താൽ കറക്റ്റ് ആൻസർ ആണ്. NTA-യുടെ ഒഫീഷ്യൽ ആൻസർ 0 ആണ്. ഓക്കെ, ഫിഫ്ത്ത് വൺ ഇത് ഒരു കോംപ്ലക്സ് ആയ സർക്യൂട്ടായിട്ട് തോന്നാം, പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇത്ര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇത് ഈസിയാണ്. ഇതിന്റെ ഒന്ന് മാറ്റി വരയ്ക്കുക പോലും വേണ്ട, ഞാനൊന്നും ചെയ്യുന്ന കാണിക്കാം, നോക്കിക്കോളൂ. ചോദ്യം, ഇതിലെ കറണ്ട് കണ്ടുപിടിക്കണം. വി നോ ദ കറണ്ട് ഈസ് നത്തിങ് ബട്ട് ദ EMF 3 divided by R equivalent. R equivalent കണ്ടുപിടിക്കണം. R equivalent കണ്ടുപിടിക്കാൻ നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം ഇതൊരു കോമൺ പോയിന്റ് ആണ് ഈ റെസിസ്റ്റൻസിനൊക്കെ. അതുകൊണ്ട് തന്നെ എല്ലാം 1 ohm ആണ്. ഇവിടെ വാട്ട് എന്നുള്ള എഴുതിയിരിക്കുന്ന 1 ohm. അതൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്. ഇവിടെ നോക്കാം മക്കളെ, ഈ സർക്യൂട്ട് വേണമെങ്കിൽ ഒന്ന് റീഡ്രോ ചെയ്യാം നിങ്ങൾക്ക്. ഞാൻ ഇങ്ങനെ വരയ്ക്കട്ടെ ഇവിടെ. അതായത് ഇവിടെ ഒരു 1 ohm ഉണ്ട്. Then it branches out into 2 1 ohm, which further branches out into 2 1 ohm, which further branches out into 2 1 ohm. ഇത് അപ്പർ പോർഷൻ ആണ്. എന്നിട്ട് ഇത് ഇങ്ങനെ പാരലൽ ആയിട്ടല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്. നോക്ക്, ഇതുപോലെ മറ്റൊരു ബ്രാഞ്ച് താഴെ. ഇത് വരയ്ക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ വരയ്ക്കുന്നത് പലർക്കും ഒരു ഐഡിയ കിട്ടാനാണ്. ഇതാണ് സർക്യൂട്ട്. അപ്പൊ ഇനി എളുപ്പമാണ് കണ്ടുപിടിക്കാൻ. നോക്കാം ഇല്ലേ, ഇവിടെ ഒരു 1 ഉണ്ട്, ഇവിടെ ഒരു 1 ഉണ്ട്. അത് രണ്ടും എന്ത് കണക്ഷൻ ആണെന്ന് പറ. ഇത് രണ്ടും പാരലൽ അല്ലേ. 1 and 1 പാരലൽ വന്നാൽ 0.5 കിട്ടില്ലേ, അല്ലെങ്കിൽ 1/2 കിട്ടും.
ഈ 1/2 1ഉം സീരീസിൽ വരുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ടോട്ടൽ കിട്ടുന്നത് 1.5 ആണ്, അല്ലെങ്കിൽ 3/2 ആണ്. ശരിയാണല്ലോ. അതുപോലെ മറ്റൊരു 3/2 ഇവിടെ കിടക്കും. രണ്ട് 3/2കൾ അവിടെ പാരലൽ ആണ്, അത് 3/4 ആയിരിക്കും. 3/2 പാരലൽ, 3/2 3/4 ആയിരിക്കും. ദാറ്റ് 3/4 ഈസ് ഇൻ സീരീസ് വിത്ത് 1. ഒന്നുകൂടെ പറയാം. 1 parallel with 1, 1/2. That is in series with 1. Appa the 1 plus 1/2, 3/2. That 3/2 is in parallel with another similar connection, 3/2 parallel to 3/2, 3/4. This 3/4 is in series with 1. അപ്പോൾ ഈ അപ്പർ ബ്രാഞ്ചിന്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 3/4 plus 1 ആണ്. That is 7/4 ആണ്. So ഇവിടെ വരെ 7/4 ആണ്. This is 7/4. So naturally this is also 7/4. 7/4 parallel വന്നാൽ അത് എത്ര കിട്ടും? 7/4 parallel to 7/4 give you 7/8. So this part is 7/8. അതിന്റെ കൂടെ ഒരു 1 സീരീസിൽ വരുന്നു. So 7/8 plus 1 give you 15/8 ohm. So the net resistance is 15/8 ohm. Clear ആയല്ലോ? Right. So അത് ഇവിടെ എഴുതി വെക്കാം. നോക്കൂ. So what is the value of current I? I is nothing but 3 divided by the resistance is 15/8. So this is nothing but 8 into 3/15. ഇതിൽ 315 5 times കട്ട് ചെയ്യും. So കറണ്ടിന്റെ വാല്യൂ 8/5 ആംപിയർ ആണ്. കറണ്ട് ഈസ് 8/5 ആംപിയർ. 8/5 ആംപിയറിനെയാണ് A/5 എന്ന് എഴുതിയിരിക്കുന്നത്. സോ എയുടെ വാല്യൂ എത്ര എടുക്കണം? A is equal to 8. That is your answer. Okay? Right. ശരി. 6th one, ഇത് കാണുമ്പോൾ തന്നെ എനിക്കറിയാം ഇത് പാരലൽ കോമ്പിനേഷൻ ആണ്, കോമൺ പൊട്ടൻഷ്യൽ ആണ്. കപ്പാസിറ്റർ C1 of capacitance 5 microfarad is charged to a potential 30 volt. Okay, using a battery. അപ്പോൾ ഇവിടെ ഈ ഡയഗ്രത്തിൽ ഈ C1 എത്ര വോൾട്ടിലാണ് ചാർജ് ചെയ്തിരിക്കുന്നത്? 30 വോൾട്ടിലാണ്. The battery is then removed. ബാറ്ററി റിമൂവ് ചെയ്ത് the charged capacitor is connected to an uncharged capacitor C2. ഈ സെക്കൻഡ് വൺ അൺചാർജ്ഡ് ആണ്, അതിൽ ചാർജ് 0 ആണ്. അപ്പൊ എന്താ സംഭവിക്കുക? രണ്ടെണ്ണം ചാർജ് ചെയ്തിട്ട് എങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ ഇത് ഒന്നിന്റെ പൊട്ടൻഷ്യൽ കൂടി മറ്റതിന്റെ കുറഞ്ഞ് രണ്ടും ഒരു കോമൺ പൊട്ടൻഷ്യൽ വരും. കോമൺ പൊട്ടൻഷ്യലിന്റെ ഇക്വേഷൻ എന്താ? C1 V1 പ്ലസ് C2 V2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2 ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. C1 5 മൈക്രോഫാരഡ് ആണ്, V1 30, സെക്കൻഡ് വണ്ണിൻ്റെത് 10 ആണ്, പക്ഷെ അതിന്റെ പൊട്ടൻഷ്യൽ 0 ആയിരിക്കും, കാരണം അത് അൺചാർജ്ഡ് അല്ലേ? ശരിയല്ലേ? ഡിവൈഡ് ബൈ C1 പ്ലസ് C2 എന്ന് പറഞ്ഞാൽ 5 പ്ലസ് 10 ആണ്. സോ ദിസ് ഗിവ് യു 5 into 30 ഡിവൈഡ് ബൈ 15. 2 into 5 give you 10 വോൾട്ട്. അതായത് ഇത് കപ്പാസിറ്റർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് കപ്പാസിറ്ററിന്റെയും പൊട്ടൻഷ്യൽ ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ പൊട്ടൻഷ്യൽ 10 വോൾട്ട് ആയിട്ട് കുറയുന്നു, ഇതിന്റെ പൊട്ടൻഷ്യൽ 0 ആയിരുന്നു നേരത്തെ, ഇപ്പൊ അത് 10 ആയിട്ട് മാറി. ക്ലിയർ? ഓക്കെ. ചോദ്യം അറ്റ് ഈക്വിലിബ്രിയം. അപ്പൊ ഇങ്ങനെ വരുന്നതിനെയാണ് ഈക്വിലിബ്രിയം എന്ന് പറയുന്നത്. ചാർജ് ഓൺ ദ കപ്പാസിറ്റർ C2. C2 ചാർജ് എത്രയാണ്? വി നോ Q2 ഈസ് നത്തിങ് ബട്ട് C2 into V കോമൺ. C2 എത്രയാണ്? 10 മൈക്രോഫാരഡ് ആണ്, ഇത് 10 വോൾട്ട് ആണ്. സോ ദൽ ഗിവ് യു 100 മൈക്രോ കൂളംബ് ആസ് ആൻസർ. സിമ്പിൾ ആണ് മക്കളെ. രസം എന്താന്ന് വെച്ചാൽ ഈ 2022 തന്നെ വേറൊരു പേപ്പറിൽ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ അവിടെ വാല്യൂസ് തന്നിട്ടില്ല, എക്സ്പ്രഷൻ ആയിട്ട് എഴുതാനായിരുന്നു നിങ്ങൾക്ക് ചോദ്യം. സെയിം തിങ്. ഓക്കെ. അപ്പൊ അതിന്റെ അർത്ഥം അടുത്ത വർഷം നിങ്ങൾ എഴുതുമ്പോൾ പിന്നെ എല്ലാ ഫേസിലും ഒരു ഫേസ് കഴിഞ്ഞ് ഉടനെ ആ പേപ്പർ കളക്ട് ചെയ്ത് നോക്കാം. നിങ്ങളുടെ ഫേസ് ലേറ്റർ ആണെങ്കിൽ ആദ്യത്തെ ഫേസിൽ ചെയ്ത് നോക്കാം. ഓക്കെ. A tuning fork of frequency 340 Hz resonates in the fundamental mode with an air column of length 125 cm in a cylindrical tube closed at one end. ഇത് റെസൊണൻസ് കോളം എക്സ്പെരിമെന്റ് ചെയ്തിട്ടില്ലേ, അതിനെ ബേസ് ചെയ്തിട്ടാണ്. When water is slowly poured in it, the minimum height of water required for observing resonance once again എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ.
അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ ചെയ്യാം. സോറി, ഒരു ട്യൂബ് ആണെന്ന് വിചാരിക്കാം. ഇവിടെ വരയ്ക്കാം. ഇതാണ് നിങ്ങളുടെ ട്യൂബ്. ഈ ട്യൂബ് ഒരു എൻഡ് ക്ലോസ്ഡും ഒരു എൻഡ് ഓപ്പണുമാണ്. ഓക്കെ, സോ ലെറ്റ് us take a copy of this. നമുക്ക് ആവശ്യമുണ്ട് 2 ട്യൂബുകൾ. അല്ല വേണ്ട, ഒരു ട്യൂബ് ഇവിടെ വെച്ചേക്കാം. രണ്ട് ട്യൂബുകൾ ഇത് മാച്ച് കളയാം. ഓക്കെ, ഇനി പറയാം. ഇതിൽ 125 സെന്റിമീറ്റർ എയർ കോളം ഉണ്ടായിരുന്നു. ഇവിടെ എവിടെയോ വാട്ടർ ഉണ്ട്. ഇത് വാട്ടർ ആണ്. ഇതിന്റെ എയർ കോളത്തിന്റെ ലെങ്ത് എത്രയാണ്? 125 ആണ്. When water is slowly poured, നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു. പാതി ഇവിടെ വരെ ഉണ്ടായിരുന്നു. അഡീഷണൽ ആയിട്ട് ഞാൻ ഈ ഗ്രീൻ ഷെയ്ഡ് കാണിക്കുന്ന അത്രയും വെള്ളം നമ്മൾ ഒഴിച്ചു. ഈ ലെങ്ത് പുതിയ റെസണൻസിന്റെ ആദ്യത്തെ റെസണൻസ്, രണ്ടാമത്തെ റെസണൻസ്, ഇതിനെയാണ് നമ്മൾ എക്സ്പെരിമെന്റിൽ L2 എന്ന് വിളിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ L1 എന്ന് വിളിക്കുന്നത്. നിങ്ങളോട് ചോദിക്കുന്നത് എത്ര ഹൈറ്റിൽ വെള്ളം ഒഴിക്കണം എന്ന് പറഞ്ഞാൽ ഇതാണ് ചോദിക്കുന്നത്. ഈ ഹൈറ്റ് എത്രയാണെന്ന് ചോദിക്കുന്നത്. അത് ആക്ച്വലി L2 മൈനസ് L1 ആണ് അല്ലെ? L2 മൈനസ് L1 ആണ് ഈ ആൻസർ അല്ലെ? സോ വി ക്യാൻ സേ ഇമ്മീഡിയറ്റ്ലി ദാറ്റ് റിക്വയർഡ് H ഈസ് നത്തിങ് ബട്ട് L2 മൈനസ് L1. ഈ L2 മൈനസ് L1 എങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കൂ. റെസൊണൻസ് കോളം എക്സ്പെരിമെന്റ് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും. സ്പീഡിന്റെ ഇക്വേഷൻ ഉണ്ട് 2 ഇൻറ്റു ഫ്രീക്വൻസി ഇൻറ്റു L2 മൈനസ് L1. അപ്പൊ നിങ്ങൾക്ക് L2 മൈനസ് L1 എത്രയാന്ന് പറയാം? L2 മൈനസ് L1 എത്രയാണ്? അത് V ഡിവൈഡ് ബൈ 2 ടൈംസ് ന്യൂ ആണ്. സബ്സ്റ്റിറ്റ്യൂട്ട് V എത്രയാ? വെലോസിറ്റി 340 തന്നിട്ടുണ്ട്. 2 ഇൻറ്റു ഫ്രീക്വൻസി എത്രയാണ് തന്നിരിക്കുന്നത്? അതും 340 ആണ്. അപ്പൊ എന്തൊരു എളുപ്പം നോക്ക്. 340 ക്യാൻസൽ. 1/2 മീറ്റർ ആണ് ആൻസർ. നിങ്ങളോട് ചോദിക്കുന്നത് സെന്റിമീറ്റർ ആണ്. സോ യുവർ ആൻസർ ഈസ് അടിപൊളി 50 സെന്റിമീറ്റർ. അപ്പൊ ഹൈറ്റ് 50 സെന്റിമീറ്റർ ആയിട്ട് ആഡ് ചെയ്യുക. അത്രയും വെള്ളം ഒഴിച്ചു കഴിയുമ്പോൾ റെസൊണൻസ് രണ്ടാമത് കേൾക്കും. ഓക്കെ, 8th one. Liquid of density 750 kilogram per meter cube flows smoothly through a horizontal pipe that tappers എന്ന് പറഞ്ഞാൽ ചെറുതായിക്കൊണ്ടിരിക്കുക. ഇവിടെ പൈപ്പിന്റെ പ്രത്യേകത അതിങ്ങനെ ടാപ്പർ ചെയ്യുന്നു. ഇങ്ങനെ സെക്കൻഡ് അതായത് ഇതിന്റെ പ്രത്യേകത ഏരിയ ഈക്വൽ അല്ല. ആദ്യത്തെ ഏരിയ A1 ആണെങ്കിൽ രണ്ടാമത്തെ ഏരിയ A1/2 ആണ്. ഇതിന്റെ ഏരിയ A1 ആണെങ്കിൽ ഇതിന്റെ ഏരിയ എത്രയാണ്? A1 ഡിവൈഡ് ബൈ 2 ആണ്. ഇമ്മീഡിയറ്റ്ലി ഇക്വേഷൻ ഓഫ് കണ്ടിന്യൂറ്റി അപ്ലൈ ചെയ്യാം. ഇവിടെയുള്ള സ്പീഡ് V ആണെങ്കിൽ ഇവിടുത്തെ സ്പീഡ് ഏരിയ പകുതി ആകുമ്പോൾ സ്പീഡ് എത്രയായിട്ട് മാറി? 2V. ഇവിടെയുള്ള പ്രഷർ P1 ആണ്, ഇവിടെയുള്ള പ്രഷർ P2 ആണ്. ഇത് രണ്ടും ഹൊറിസോണ്ടൽ ആയതുകൊണ്ട് H1 ഈക്വൽ ടു H2 ആണ്. എന്തിനാ ഇതൊക്കെ പറയുന്നത് മനസ്സിലായോ? ബെർണോളിസ് പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണം. ബെർണോളിസ് പ്രിൻസിപ്പിൾ അനുസരിച്ചിട്ട് P1 പ്ലസ് ഹാഫ് റോ V1 സ്ക്വയർ ഷുഡ് ബി ഈക്വൽ ടു P2 പ്ലസ് ഹാഫ് റോ V2 സ്ക്വയർ. കാരണം ഇവിടെ റോ V2 സ്ക്വയർ, കാരണം ഇവിടെ ഈ ഹൈറ്റ് സെയിം ആണ്. അപ്പൊ രണ്ട് ഭാഗത്ത് H1 H2 എഴുതേണ്ട ആവശ്യമില്ല. പ്രഷർ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ നോക്കുക മക്കളെ, ഇവിടെ ഈ ലാർജർ ഏരിയയിൽ അവിടെയാണ് കൂടുതൽ പ്രഷർ ഫോഴ്സ് ആവശ്യം ഉണ്ടാകുന്നത്. അപ്പൊ P1 ഗ്രേറ്റർ ദാൻ P2 ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കാം, എവിടെയാണോ സ്പീഡ് കൂടുന്നത് ഇവിടെ പ്രഷർ കുറയും. അപ്പൊ സെക്കൻഡ് സെക്ഷനിലെ പ്രഷർ കുറവായിരിക്കും, അവിടെ സ്പീഡ് കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതാം, P1 മൈനസ് P2 ഈക്വൽ ടു ഹാഫ് റോ ഇൻറ്റു V2 സ്ക്വയർ മൈനസ് V1 സ്ക്വയർ എന്ന് എഴുതാം. കഴിഞ്ഞില്ല. ഈ P1 മൈനസ് P2 ആണ് 4500 പാസ്കൽ തന്നിരിക്കുന്നത്. ഹാഫ് ഇൻറ്റു ഡെൻസിറ്റി 750 ആണ്. ഇനി മക്കൾ നോക്കണം, ഈ V2 എന്ന് പറയുന്നത് 2V അല്ലേ? V1 V ആണ്, V2 2V ആണെങ്കിൽ ഇത് നോക്ക്, ഇത് 2Vയുടെ സ്ക്വയർ ആയ 4V സ്ക്വയർ മൈനസ് V സ്ക്വയർ ആയിരിക്കില്ലേ? 4V സ്ക്വയർ മൈനസ് V സ്ക്വയർ. അതെങ്ങനെ വന്നു എന്ന് മക്കളൊന്ന് നോക്കണേ. ഈ ഒരു ഭാഗം സ്പീഡ് ഡബിൾ ആയതുകൊണ്ട് അപ്പൊ 3V സ്ക്വയർ കിട്ടും. മറ്റൊന്ന് ഇവിടെ ക്യാൻസൽ ചെയ്യും. 750 ക്യാൻ ബി ക്യാൻസൽ ഹിയർ. ഹൗ മെനി ടൈംസ്? 6 ടൈംസ് അല്ലേ? 6 750 4500. സോ 6 ഇൻറ്റു എത്രയാണ്? 12 ഈക്വൽ ടു
12 ഈക്വൽ ടു 3v സ്ക്വയർ അല്ലേ? അപ്പോൾ v സ്ക്വയർ എന്ന് പറയുന്നത് 12/3 4 ആണ്, വിച്ച് മീൻസ് ദാറ്റ് v ഈക്വൽ ടു 2 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ വെലോസിറ്റി നമുക്ക് കിട്ടും. ചോദ്യം അതൊന്നുമല്ല, ചോദിച്ചിരിക്കുന്നത് എന്താന്ന് നോക്ക്. ചോദിച്ചിരിക്കുന്നത് റേറ്റ് ഓഫ് ഫ്ലോ ആണ്. റേറ്റ് ഓഫ് ഫ്ലോ. ഈ റേറ്റ് ഓഫ് ഫ്ലോ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? റേറ്റ് ഓഫ് ഫ്ലോ എന്ന് പറയുന്ന ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. റേറ്റ് ഓഫ് ഫ്ലോ ഞാനിങ്ങനെ എഴുതാം. റേറ്റ് ഓഫ് ഫ്ലോ ക്യൂ ആണ്, അത് ഏരിയ ഇൻറ്റു വെലോസിറ്റി ആണ്. ഏരിയ 1.2 ഇൻറ്റു 10⁻², വെലോസിറ്റി 2 കിട്ടി. ഇത് 2.4 ഇൻറ്റു 10⁻² എന്ന് കിട്ടും. പക്ഷെ നിങ്ങളുടെ ആൻസർ എഴുതേണ്ടത് 10⁻³ എന്നുള്ള ടേമിലാണ്. സോ ദിസ് ക്യാൻ ബി റീറിട്ടൺ ലൈക്ക് 2.4 ഇൻറ്റു 2.4 അല്ല 24 ആക്കാതെ 24 ഇൻറ്റു 10⁻³ അത്രയും മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് ആണ് ആൻസർ. അപ്പൊ നിങ്ങളുടെ ആൻസർ 24 ആണ്. ബെർണോളിസ് പ്രിൻസിപ്പിൾ വീണ്ടും ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ ചോദിച്ചിട്ടുണ്ട്, ഇതേ സീരീസിൽ തന്നെ ചോദിച്ചിട്ടുണ്ട്. 9th വൺ NCERT-യിലെ റൊട്ടേഷണൽ മോഷനിലെ ലാസ്റ്റ് വർക്ക്ഡ് ഔട്ട് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിനെ ബേസ് ചെയ്തിട്ടാണ് യൂണിഫോം ഡിസ്ക് വിത്ത് മാസ് m 4 kilogram and radius 10 centimeter is mounted on a fixed horizontal axle as shown in the figure. ഫിഗർ ഇവിടെയാണ്, സെക്കൻഡ് പേജിൽ തന്നിട്ടുണ്ട്. ഫിഗർ ദിസ് ഇസ് ദ ഫിഗർ. ഓക്കെ, ഫിഗർ ഞാനിവിടെ പേസ്റ്റ് ചെയ്തേക്കാം. ഫിഗർ A block with mass m equal to 2 kilogram hangs from the massless cord. ഡയഗ്രം കണ്ടാൽ മനസ്സിലാവുമല്ലോ എന്താ സംഭവിക്കുന്നത്. ഈ മാസ് താഴേക്ക് വീഴുമ്പം ആ ഡിസ്ക് പുള്ളി റോൾ ചെയ്യും. അപ്പൊ പുള്ളിയിൽ ഒരു ടോർക്ക് ആക്ട് ചെയ്യണം. ആ ടോർക്ക് അവിടെ ഒരു ആംഗുലർ ആക്സിലേഷൻ ക്രിയേറ്റ് ചെയ്യും. ഈ ആംഗുലർ ആക്സിലേഷൻ കാരണം അതിനൊരു ടാൻജൻഷ്യൽ ആക്സിലേഷൻ ഉണ്ടാകും. ആ ടാൻജൻഷ്യൽ ആക്സിലേഷനും ബ്ലോക്കിന്റെ ആക്സിലേഷനും ഈക്വൽ ആണ്, കാരണം സ്ട്രിങ് ഇലോങ്ങേറ്റ് ചെയ്യുന്നില്ല. വല്ലോ മനസ്സിലായ? ഈ പുള്ളിക്ക് ഒരു ഞാനിവിടെ വരയ്ക്കാം. ഈ പറയട്ടെ, ഈ പുള്ളിയുടെ സ്പീഡ് ഇങ്ങനെ കൂടും. അപ്പൊ അതിനൊരു ആംഗുലർ ആക്സിലേഷൻ ആൽഫ ഉണ്ടാകും. ഈ ആൽഫ എന്ന് പറയുന്നത് ലീനിയർ ആക്സിലേഷൻ, അതായത് ഇതിന് ടാൻജൻഷ്യലി ഒരു ആക്സിലേഷൻ ഉണ്ടാകും AT. ആ ആക്സിലേഷനും ബ്ലോക്കിന്റെ ആക്സിലേഷനും ഈക്വൽ ആയിരിക്കും. എന്താ റിലേഷൻ? V ഈക്വൽ ടു R ഒമേഗ പോലെ A ഈക്വൽ ടു R ആൽഫ, ആൽഫ ഈക്വൽ ടു A ബൈ റേഡിയസ് ഓഫ് ദ പുള്ളി. ഇതാണ് റിലേഷൻ. ഇത് ഉപയോഗിച്ചാൽ മതി. ഇനി ഹൂ ഈസ് പ്രൊഡ്യൂസിങ് ദ ടോർക്ക്? ടെൻഷൻ ആണ് ഇവിടെ ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ വെരി സിമ്പിൾ. ഞാൻ ഈ ഡയഗ്രത്തിൽ ടെൻഷൻ മാർക്ക് ചെയ്തു, mg മാർക്ക് ചെയ്തു, ഇതിന്റെ ആക്സിലേഷൻ മാർക്ക് ചെയ്തു. ഫോർ ദ പുള്ളി ടോർക്ക് ഈക്വൽ ടു I ഇൻറ്റു ആൽഫ എഴുതാം. ഫോർ ദ ബ്ലോക്ക് F ഇസ് ഈക്വൽ ടു m ആണ് എഴുതുന്നത്. ടോർക്ക് ഒരു ടോർക്കേ ആക്ട് ചെയ്യുന്നുള്ളൂ, അത് ടെൻഷൻ ആണ്. ടെൻഷൻ ഇൻറ്റു R ആണ്. അതെങ്ങനെയെന്ന് മനസ്സിലായി മക്കളെ? ഇതാണ് പുള്ളി, ഇതാണ് ടെൻഷൻ സെന്റർ, ഇതാണ് ആക്സിസ്, ഇതാണ് ആക്സിസ്. ആക്സിസ് എന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്, ഫോഴ്സിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് വേണ്ടത്. അപ്പം TR ഈക്വൽ ടു I. ഇതൊരു ഡിസ്ക് ആണല്ലോ, അപ്പം മൊമെന്റ് ഓഫ് ഇനർഷ്യ എന്താ എഴുതേണ്ടത്? അതിന്റെ മാസ് m ആണ്, mr²/2 ഇൻറ്റു ആൽഫയ്ക്ക് ഞാൻ ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ട് A/R എന്ന് എഴുതാം. സോ നോക്ക്, ഇവിടെ ഒരു R ഉണ്ട്, അത് ക്യാൻസൽ ആയി. ഈ R ക്യാൻസൽ ആയാൽ നിങ്ങൾക്ക് കിട്ടുന്നത് വളരെ ഈസി ആയ ഒരു ഇക്വേഷൻ ആണ്. യു വിൽ ഗെറ്റ് T ഈക്വൽ ടു ma/2. അതാണ് പുള്ളിയിൽ നിന്ന് കിട്ടുന്നത്. ഇനി ബ്ലോക്കിന്റെ കേസിൽ എഴുതിയാൽ എന്താ കിട്ടുക നോക്കുക. ബ്ലോക്കിന് ആക്സിലേഷൻ ഡൗൺവേർഡ് ആയതുകൊണ്ട് ഐ ക്യാൻ റൈറ്റ് mg മൈനസ് T ഈക്വൽ ടു m ഇൻറ്റു A. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടെൻഷൻ ആണ്. അതുകൊണ്ട് ആക്സിലറേഷന്റെ ടേമിനെ എലിമിനേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നോക്കുക, ആക്സിലറേഷൻ എത്രയാണ്? 2t ബൈ ക്യാപിറ്റൽ M ആണ്. സോ ദിസ് ഇസ് mg മൈനസ് T ഈക്വൽ ടു m ഇൻറ്റു 2t ബൈ M. കണ്ടുപിടിക്കേണ്ടത് ടെൻഷൻ ആണ്. ടെൻഷനെ ഒരു സൈഡിലേക്ക് എടുക്കാം. mg ഈക്വൽ ടു ടെൻഷൻ കോമൺ ആണ്, 1 പ്ലസ് 2m ബൈ M കിട്ടും. ദിസ് ഈസ് T ഇൻറ്റു 1 പ്ലസ് 2 ഇൻറ്റു സ്മോൾ മാസ് 2 കിലോഗ്രാം ആണ് തന്നിട്ടുണ്ടല്ലോ ഇവിടെ, ഡിവൈഡ് ബൈ ലാർജ് മാസ് 1. അപ്പൊ ഇതിന്റെ അർത്ഥം എത്രയാ? ഇത് 2t ആണ്. അപ്പം mg ഈക്വൽ ടു 2t ആണ്.
Therefore, what is tension? Tension is mg divided by 2. mg എത്രയാണ്? mg 20/2 ആണ്. ടെൻഷന്റെ വാല്യൂ 10 ന്യൂട്ടൺ ആണ്. So you can say your tension is 10. No tension. Answer കിട്ടിയല്ലോ. പിന്നെ ടെൻഷൻ വേണ്ടല്ലോ. Tension. Okay. That's it. മക്കളെ, 10th question, the last question in that section. A car covers AB distance. Look at the diagram. AB distance ആണ് with first 1/3 at velocity v1, second 1/3 at velocity v2, last 1/3 at velocity v3. മക്കൾക്ക് മനസ്സിലായില്ലേ? ഈക്വൽ ഡിസ്റ്റൻസ് അല്ലേ, അല്ലെങ്കിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഏത് മെത്തേഡ് ഉപയോഗിക്കേണ്ടത്? ഹാർമോണിക് മീൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഹാർമോണിക് മീൻ ഓഫ് വെലോസിറ്റി കണ്ടുപിടിച്ചാൽ മതി. എത്ര ഇന്റർവെൽസ് ഉണ്ട് ഇവിടെ? 3 ഇന്റർവെൽസ് ഉണ്ട്. ഇക്വേഷൻ എഴുതുന്ന ഫോർമാറ്റ് പറയാം. 3 ഡിവൈഡഡ് ബൈ വി ആവറേജ് എന്ന് പറയുന്നത്, അല്ല സോറി, യെസ്, 3 ഡിവൈഡഡ് ബൈ വി ആവറേജ് ഇസ് ഈക്വൽ ടു 1/v1 പ്ലസ് 1/v2 പ്ലസ് 1/v3 ആണ്. ഓക്കെ, ഇതില് 1/v1 പ്ലസ് v2 2v1 എന്ന് പറയുന്നുണ്ട്, v3 3v1 എന്ന് പറഞ്ഞു. സോ ഇതില് 1/v1 കോമൺ ആണ്. ബ്രാക്കറ്റില് 1 പ്ലസ് 1/2 പ്ലസ് 1/3, ഇതാണ് 3/v ആവറേജ്. സോ 3/v ആവറേജ് ഇസ് ഈക്വൽ ടു 1/v1ന്റെ വാല്യൂ ഇവിടെ 11 തന്നിട്ടുണ്ട്, ഇൻറ്റു ബ്രാക്കറ്റ് ഇടും. ഇത് ആഡ് ചെയ്യാണ്, കോമൺ ഡിനോമിനേറ്റർ എടുക്കാം, 6 എടുക്കാം. 6 പ്ലസ് 3 പ്ലസ് 2. 6 പ്ലസ് 3 പ്ലസ് 2 എന്ന് പറഞ്ഞാൽ 11 അല്ലേ? അപ്പൊ ഞാനിത് അവിടെ കട്ട് ചെയ്ത് പോയിട്ടാ. 6 ഇത് 11 ആണ്, 11 കട്ട് ചെയ്ത് പോയി. പിന്നെ എന്താ കിട്ടുന്നത്? 3/v ആവറേജ് ഇസ് ഈക്വൽ ടു 1/6 കിട്ടും. സോ വി ആവറേജ് 18 യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ്. സോ ദാറ്റ് ഈസ് യുവർ ആൻസർ, 18 മീറ്റർ പെർ സെക്കൻഡ്. ആൻസർ 18 മീറ്റർ പെർ സെക്കൻഡ് ആണ്. സോ ദാറ്റ് ഈസ് ഓൾ. അപ്പോൾ 2022 ജൂൺ 28 ഷിഫ്റ്റ് 2 വാസ് ഈസി. വലിയ ബുദ്ധിമുട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. കൺഫ്യൂഷൻസോ, പിന്നെ ഫസ്റ്റ് പാർട്ടിൽ ഒരു ക്വസ്റ്റ്യനിൽ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇന്നലെ ഞാനത് പറഞ്ഞതാണ്. അതർ ദാൻ ദാറ്റ് ദർ ഇസ് നോ ഇഷ്യൂ. അപ്പോൾ ഇത് ഹാപ്പിലി ചെയ്യാൻ പറ്റും. ഇതുപോലെയൊക്കെ വരട്ടെ നിങ്ങളുടെ എക്സാമിനും. ബെസ്റ്റ് വിഷസ്. താങ്ക് യു സോ മച്ച്.